അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ പറഞ്ഞതുപോലെ പലകുറി BJP ആണ് ഈ വിഷയമെന്ന് ആദ്യം ഉന്നയിച്ചത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് എന്ന് അന്ന് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ ആരോപിച്ചിരുന്ന അതിനെ വളരെ ശക്തമായ രീതിയിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിച്ചിരുന്നു. കാലം കടന്ന് പോയി കഴിയുമ്പോൾ അതായിരുന്നു ശരി എന്ന തരത്തിലേക്ക് വലിയ ആരോപണങ്ങൾ ഉയരുന്നു. നേരത്തെ മുൻ പോലീസ് മേധാവി സെൻകുമാർ സാറൊക്കെ പറഞ്ഞ തലസ്ഥാനത്ത് നിവർത്തികെട്ടാണ് സമരം പിൻവലിക്കേണ്ടി വന്നത്. അതൊരു ഒരു ഘടകം മാത്രമാണ്. എന്നാൽ അതിന് പിന്നിൽ അതാണ് പ്രശ്നമെന്ന്, അതായത് ഇത്രയും ആളുകൾ തിങ്ങി കൂടുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ സമരം പിൻവലിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു ഭാഗത്തുകൂടി ഒരു ക്യാമ്പയിൻ നടക്കുന്നാൽ മറുഭാഗത്ത് ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റ് ചർച്ചകൾ നടക്കുന്നു. ശ്രീ ഉല്ലാസ് ബാബു. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വ്യക്തമായി അന്നും ഇന്നും എന്നും പറഞ്ഞിരുന്നു, ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വേലയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തായിരുന്നു അത് പറയാനുണ്ടായിരുന്ന കാരണങ്ങൾ? 2-3 കാര്യങ്ങളെ നമ്മൾ വ്യക്തമായി പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. സാമാന്യേന അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് അത് കൃത്യമായി മനസ്സിലാകും. എന്താ ഉള്ളത്? സോളാർ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് സോളാർ വിഷയം? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ബിജു രാധാകൃഷ്ണനും സരിത എന്ന് പറയപ്പെടുന്ന 2 പേരും കൂടിയിട്ട് സോളാർ എനർജി സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും സഹായത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതികളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അത് പരാതിയായി വരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായി പുറത്തു വരുന്നു. ആ പുറത്തു വരുന്ന സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനം നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അത് CPIM-ഉം അല്ലെങ്കിൽ LDF മുന്നണിയും BJP പുറത്തും കൃത്യമായ സമരങ്ങൾ ചെയ്ത പോലെ ജനങ്ങൾക്ക് പ്രതീതി ഉണ്ടാക്കുന്നു. BJP അത് കൃത്യമായി നടപ്പിലാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രതീതി നിലനിർത്തുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമരത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുറകോട്ട് പോകുമ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള സമര സംവിധാനം കൃത്യമായി തെരുവുകളിൽ ഇവരോട് പടവെട്ടുകയും ഒപ്പം തന്നെ ഈ 2 മുന്നണികളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് പൊതുജനങ്ങളോട് സംവദിക്കുകയും ചെയ്തിരുന്നു. അന്നും ഇന്നും എന്നും കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞിരുന്നു, എല്ലാ മാധ്യമങ്ങളോടും ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സമരം പിൻവലിക്കുന്നതിലേക്ക് പോകുന്നത്. VS അച്യുതാനന്ദൻ്റെ പിടിവാസിയുടെ കീഴിലാണ് സമരം പ്രഖ്യാപിച്ചത് എന്നും ആ സമരത്തിൻ്റെ അവസാനം പിണറായി വിജയൻ മുൻപേ രചിച്ചിരുന്നു എന്നും അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് കാലത്ത് ജനങ്ങൾ വന്ന് 3 ഗേറ്റ് തടയുന്നു, 4ാം ഗേറ്റ് കുറച്ച് കഴിഞ്ഞ് അടയ്ക്കാൻ നോക്കുന്നു, വിവിധ സിറ്റികളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള എൻട്രൻസുകൾ തടയുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരത്തുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ബ്രാഞ്ചിൽ നിന്നും ഏരിയയിൽ നിന്നും ലോക്കലിൽ നിന്നും ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വീരവിപ്ലവ ഗാനങ്ങൾ പാടിക്കൊണ്ട് ഒരു കോമഡി സിനിമ പോലെ ഇവരെല്ലാവരും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയതിന് ശേഷം തിരിച്ചു വീട്ടിലേക്കുള്ളൂ ഭാര്യമാരെ ഞങ്ങൾ സഖാക്കന്മാർ വിപ്ലവങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് ഇവരുടെ നാടകം നടക്കുന്നു. അതിൻ്റെ തലേദിവസം വൈകുന്നേരം ശ്രീമതിയും കൊടിയേരിയും ബാലനും അതുപോലെ തന്നെ വിജയകുമാറും അതുപോലെ VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ കമ്പിളിപ്പുതപ്പ് പുതച്ച് ഡാൻസും പാട്ടുമായി കൊണ്ട് സഖാക്കന്മാരുടെ നടക്കിൽ വലിയ സത്യസന്ധരമായി അഭിനയിച്ചുകൊണ്ട് MA ബേബിയും തോമസ് ഐസക്കും ഒക്കെ അടക്കമുള്ള ആളുകൾ അവിടെ കിടക്കുന്നു, ഉറങ്ങുന്നു, പാടുന്നു, ആടുന്നു, ചാടുന്നു. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായ കണ്ണിൽ പൊടിയിടുന്നു. അപ്പോഴും BJP പറഞ്ഞു, ഈ നാടകം നാളെ 11 മണിക്കുള്ളിൽ പൊളിയാൻ പോകുന്നു. കാരണം അന്ധപുരങ്ങളിൽ കൃത്യമായി അവർ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവർ കോംപ്രമൈസീവ് രാഷ്ട്രീയം നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ആ സമയത്ത് മാധ്യമങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം പോലും അന്ന് BJPയുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താക്കൾ വന്ന് ഘോരം പ്രസംഗിച്ചു. അവർ ഉമ്മൻചാണ്ടിക്കെതിരെ, കോൺഗ്രസിനെതിരെ, UDF മുന്നണിക്കെതിരെ സംസാരിച്ചു. ഈ തട്ടിപ്പിനെതിരെ ശക്തമായി പടപൊരുതാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്നിട്ട് HD ദേവഗൌഡയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് എൻ്റെ വിശ്വാസം. പന്നിയൻ രവീന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു പ്രഖ്യാപനം വരുന്നു. മുൻപേ നിശ്ചയിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടകം. എന്താണ് ആ നാടകത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നത്? അവിടെ TP ചന്ദ്രശേഖരൻ 51ാമത്തെ കഴിഞ്ഞ് 52ാമത്തെ വോട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തായിരുന്നോ എന്നുള്ളത് അവർ കൂടി ആലോചിക്കണം, അവർ ജനങ്ങളോട് പറയണം. ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, ബഹുമാനനായിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകൻ ഇന്ന് ജനങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ, ജോൺ ബ്രിട്ടാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണ്? അദ്ദേഹം അധികാരത്തിൻ്റെ ഇടനാഴികയിലെ ഏതെല്ലാം
മീഡിയേഷൻ ഉണ്ടോ ആ മീഡിയേഷനിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാലൊച്ചയുണ്ട്. അത് നമുക്ക് ഒക്കെ പറയാതെ കൊണ്ടുള്ള രഹസ്യമായ പരസ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസുമായി സമരസപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ടി പി ചന്ദ്രശേഖരൻ വധം മാത്രമായിരുന്നോ? ആ കോംപ്രമൈസീവ് രാഷ്ട്രീയം മാത്രമായിരുന്നോ? അത് മറ്റ് രാഷ്ട്രീയങ്ങളും മറ്റ് സംവിധാനങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വിളിച്ചു പറയാനുള്ള അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള മാന്യത കോൺഗ്രസ് പാർട്ടി കാണിക്കണം. അല്ലെങ്കിൽ ജനങ്ങളോട് ഉത്തരം പറയാനുള്ള ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ അവരുടെ നിലപാടുകൾ പറയാനുള്ള മാന്യത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കാണിക്കണം. CPIM എന്ന് പറയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇതൊക്കെ വ്യക്തമാക്കുന്നു. എന്താണ് CPIM എന്ന് പറയപ്പെടുന്നത്? ഒരു കോംപ്രമൈസിംഗ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നലെയും ഇന്നും അത് നടന്നിട്ടുള്ള ചരിത്രമല്ല. ഇതിനു മുൻപും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങൾ മുഴുവൻ ഒത്തുതീർന്നിട്ടുള്ളത് ഈ അഡ്ജസ്റ്റ്മെൻറ്റും തന്നെയാണ്. എന്തിനായിരുന്നു ഈ പാവപ്പെട്ട സഖാക്കന്മാർ, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളാണ് ഇവർ ഈ പറ്റിച്ചത്? എന്തിനായിരുന്നു കേരള ജനത്തെ ഇവർ വഴിതെറ്റിച്ചു വിട്ടത്? എന്തിനായിരുന്നു കേരള സമൂഹത്തിനോട് ഇവർ ഈ തട്ടിപ്പ് കാണിച്ചത്? എന്തിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരാധവന്മാർ വെട്ടിക്കൊന്ന ആ വ്യക്തിയുടെ കേസ് ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലേക്ക് കോംപ്രമൈസ് ചെയ്തത്? ഇതിൻ്റെ ആചാരം പറ്റിയതിൻ്റെ ശൈലിയിലായിരുന്നോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ സാമ്പത്തികം നഷ്ടപ്പെട്ട വിവിധ പരാതികളുണ്ടായിരുന്ന പരാതിക്കാരുടെ അവസ്ഥകൾ എന്താണ്, എത്രത്തോളം എത്തി എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. ആ സമയത്ത് ഇവർ പറയും ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൃത്യമായ നടപടി ഉണ്ടാക്കി, മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി. അതിനൊന്നും കാര്യമില്ല, അതൊക്കെ ഒരു നാടകമായിരുന്നു. ആ നാടകം കളിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വ്യക്തികൾ മാറുന്നുവെന്ന് അന്നും ഇന്നും എന്നും വിളിച്ചു പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ BJP പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഇന്ന് പൊതുസമൂഹത്തിൽ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ശ്രീ ഉമേഷ്.